ധന്യ പാകിസ്ഥാനിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ്. അവിടുത്തെ നദിയൊക്കെ വറ്റി വരണ്ടു. എല്ലാവരും വലിയ ദുരിതത്തിലാണ്. എങ്ങനെയാണ് അവസ്ഥ? പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. ഒറ്റപ്പെടുക എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. കാരണം പാകിസ്ഥാന്റെ ഭീകരാക്രമണം വളർത്തലാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഇത്ര ദുസ്സഹമാക്കിയതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയതും അവർക്ക് വെള്ളം കിട്ടാതെ വരുന്നതും ചെനാബ് നദിയൊക്കെ പൂർണ്ണമായി വറ്റി വരേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ കൃഷിക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥ. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ശരിയാണ് എങ്കിൽ വെള്ളത്തിന് പകരം മൂത്രം വരെ കുടിക്കുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ, അത്ര ദയനീയമാണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഒഴിച്ചുകൂടാനാവാത്തത് ജലമാണ്. അതില്ലാതാക്കിയത് ഭരണകൂടമാണ്. പാക് ഭരണകൂടത്തിന്റെ ഭീകരവാദത്തിനെതിരെ ഞങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങും. ഇന്ത്യയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് കരാർ മാറ്റിക്കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തരുന്നതിനെ കുറിച്ച് ഞങ്ങൾ വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ള തരത്തിലേക്ക് വരെ പാക് ജനത എത്തിയിരിക്കുന്നത്. അതായത് ആഭ്യന്തര കലകം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ അതേ നാണയത്തിൽ തന്നെ പാക് ജനത തിരിച്ച് മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ഒരു ആഭ്യന്തര കലകം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പാക് മേധാവിയെ കുറിച്ച് ഒരു വിവരവുമില്ല. പാക് പ്രധാനമന്ത്രി നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലാണ്. 5000-ഓളം പട്ടാളക്കാർ പാകിസ്ഥാൻ തന്നെ വിടുന്നുണ്ട്. 250-ഓളം ഉദ്യോഗസ്ഥർ രാജ്യം വിട്ടു. എല്ലാ നേതാക്കന്മാരുടെയും കുടുംബം ഇവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും ചേക്കേറി. അങ്ങനെ എന്താ പറയുക, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത, ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി അടിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ആരംഭിച്ചാൽ ഒരു 3 ദിവസത്തിനപ്പുറം പാകിസ്ഥാൻ പോകില്ല എന്നുള്ളതാണ്. അതോ ആ 3 ദിവസം കൊണ്ട് തന്നെ പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി പിച്ച ചട്ടിയെടുത്ത് പിന്നെ ഒരിക്കലും 1000 വർഷം കഴിഞ്ഞാലും ഉദയം ചെയ്യാൻ കഴിയാത്ത ആ ലെവലിലേക്ക് പാകിസ്ഥാൻ പോകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ഭീകരവാദികൾ പട്ടാള വേഷത്തിലെത്തി ഒരു പ്രകോപനവുമില്ലാതെ 26 പേരെ വെടിവെച്ചു. അതിനുശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. ഇതോടെ പാകിസ്ഥാൻ ആദ്യ തിരിച്ചടിയായാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത് വന്നത്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും ആക്രമണത്തിന് പിന്നാലെയായിരുന്നു. ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന് നൽകിയത് വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ പുറത്തുവന്നു. സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ് കോർട്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കേണൽ വിനായക് ഭട്ടാണ് എക്സിൽ പങ്കുവച്ചത്. കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ തലേന്ന് ഏപ്രിൽ 21 എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളും കരാർ റദ്ദാക്കലിന് ശേഷം ഏപ്രിൽ 26 എടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടെ അവിടുത്തെ കർഷകരും വെള്ളം കിട്ടാതെ ഇപ്പോൾ വലയുകയാണ്. വിത്ത് പാകാൻ പോലും വെള്ളമില്ല എന്നും നേരിടുന്നത് വലിയ തിരിച്ചടിയെന്നുമാണ് റിപ്പോർട്ടുകൾ. വെള്ളമാണ് ഞങ്ങളുടെ ജീവൻ, ഞങ്ങൾക്കതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഇതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെ പോരിനിടയിൽ സാധാരണക്കാരാണ് പെട്ടുപോകുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ പറയുന്നുണ്ട്. കരാർ റദ്ദാക്കിയതിന് പിന്നാലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണവും അതിന്റെ വിതരണക്കാരായ ഝലം, ചെനാബ്, രവി, ബിയാസ്, സച്ച് എന്നിവയിൽ നിന്നുള്ള ജലവിതരണവും നിർത്തലാക്കിയിരിക്കുകയാണ്. ഈ നദികളാണ് പാകിസ്ഥാനിൽ ജലവിതരണം നടത്തുന്നത്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെയാകും ഇത് ബാധിക്കുക. 65 വർഷം പഴക്കമുള്ള കരാറാണ് ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. 60 സെപ്റ്റംബറിൽ, അതായത് 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല ഉടമ്പടി ഒപ്പുവെച്ചത്. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പിട്ടത്. കറാച്ചിയിൽ വെച്ച് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം കിഴക്കൻ നദികളായ സച്ച്, രവി, ബിയാസ് എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവ പാകിസ്ഥാനും വീതിച്ച് നൽകിയിരുന്നു. കരാർ പ്രകാരം സിന്ധു നദീ വ്യവസ്ഥയുടെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനുമാണ്. സിന്ധു നദി, അതിന്റെ പോഷക നദികൾ എന്നിവയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. 60 സെപ്റ്റംബർ 19 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരമാണ് ബിയാസ്, രവി, സത് ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും
സിന്ധു, ചെനാബ്, ഝലം എന്നിവയുടെ ജലനിയന്ത്രണം പാകിസ്ഥാന് കിട്ടിയത്. ഇത് പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം 20% ഇന്ത്യക്കും 80% പാകിസ്ഥാന് ഉപയോഗിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരിക്കുന്നത്. ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന 9 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു കരാർ സാധ്യമായത്. ആഗോളതലത്തിൽ വലിയ പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലതവണ വഷളായപ്പോഴും പുനഃപരിശോധിച്ചിരുന്നില്ല. 65 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാന് മേൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രകടനമാണ് കരാർ താൽക്കാലികമായി റദ്ദാക്കലിനെ നമ്മൾ കാണുന്നത്. അതിർത്തി കടന്നുള്ള ജലം പങ്കിടൽ ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം കൂടിയായിരുന്നു കരാർ ഉയർത്തിക്കാട്ടിയത്. ജലപ്രവാഹം ലഭിക്കുന്ന രാഷ്ട്രത്തിന് അനുകൂലം. ഉടമ്പടി പ്രകാരം ഉത്ഭവത്തിനപ്പുറത്ത് ജലപ്രവാഹം ലഭിക്കുന്ന പാകിസ്ഥാന് അനുകൂലമായിരുന്നു കരാർ. സിന്ധു നദീജല സംവിധാനത്തിന്റെ ഏകദേശം 80% വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയും. 1944 US മെക്സിക്കോ ജല ഉടമ്പടി പ്രകാരം മെക്സിക്കോയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏകദേശം 90 മടങ്ങ് കൂടുതലാണ് പാകിസ്ഥാന് ലഭിക്കുന്നത്. സംഘർഷങ്ങൾ ബാധിക്കാത്ത കരാർ 1965-ലെ 71-ലെ ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു. 2001-ലെ ഇന്ത്യ പാർലമെന്റ് ആക്രമണം, 19-ലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ 26 പേരുടെ നിരപരാധികളുടെ ജീവൻ എടുത്ത ഈ ആക്രമണത്തിൽ ഇന്ത്യ കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. വെള്ളം കൊടുക്കില്ല. ഇത് നിർത്താതെ പാകിസ്ഥാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞ് ഈ ഭീകരവാദികളെ ജീവനോടെ ഇന്ത്യക്ക് കൈമാറാതെ ഭീകരവാദം എന്നേക്കുമായി അവസാനിപ്പിക്കാമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ സമ്മതിക്കാതെ ഒരു ഇതിനും ഇന്ത്യ തയ്യാറല്ല. അതുമാത്രമല്ല, ഇന്ത്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തത് ഈ എല്ലാ കരാറുകളും അല്ലെങ്കിൽ എല്ലാത്തിനും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ മരുന്നിനുൾപ്പെടെ എല്ലാം ഇത് അത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടയ്ക്കുന്നു. ഒപ്പം സൈന്യത്തെ പൂർണ്ണ സജ്ജമാക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവികളുടെയും ഒക്കെ യോഗവുമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇന്ത്യയുടെ ആക്രമണമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം വലിയൊരു ആക്രമണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്, സർജിക്കൽ സ്ട്രൈക്ക് പോലെ. അതുകൊണ്ട് പാകിസ്ഥാൻ നന്നായി ഭയന്നിരിക്കുകയാണ്. അവിടുത്തെ പട്ടാളക്കാരുൾപ്പെടെ ഒളിച്ചോടി പോകുന്ന സാഹചര്യം. 4500 ഉദ്യോഗസ്ഥരും 250ഓളം ഓഫീസർമാരും കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി. ഇന്നൊക്കെ കൂടുതൽ പേർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള ശ്രമങ്ങൾ ഒരു സൈഡിൽ കൂടെ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും മറ്റ് മന്ത്രിമാരുമൊക്കെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗത്തുണ്ട്. പക്ഷേ അതൊക്കെ അവർക്കൊക്കെ താക്കീത് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ദിവസമായി അവരൊന്നും തന്നെ വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അതായത് പാകിസ്ഥാൻ ഒരർത്ഥത്തിൽ നന്നായി ഭയന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പേടിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ജനങ്ങൾ ഈ വെള്ളം കിട്ടാതെയും മരുന്ന് കിട്ടാതെയും ആഹാരം കിട്ടാതെയും ഒക്കെ ജനങ്ങൾ തമ്മിലടിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കാമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളെ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് തിരിച്ചു വിടുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെ 5 ലക്ഷം പേര്, സ്ത്രീകൾ മാത്രം 5 ലക്ഷം പേരാണ് ഇന്ത്യയിലുള്ളത്. ഈ 5 ലക്ഷം പേരെയും അങ്ങോട്ടേക്ക് വിടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം അവരിവിടെ സിറ്റിസൺഷിപ്പ് ഇല്ലാതെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, അവരിവിടെ ഇന്ത്യൻ ഭർത്താക്കന്മാരാണ് അവർക്കുള്ളത്, കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. ഇനി അവർക്ക് പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നത് അവർക്ക് പ്രായോഗികമായി ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ പോകാതിരിക്കാനും കഴിയില്ല. നിയമം കർശനമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.